നെയ്യാറ്റിൻകര ഗോപൻസ്വാമിയുടെ സമാധി. ചിലർ കണ്ടത് സമാധി മണ്ഡപം പൊളിക്കുന്നതല്ല, മറിച്ച് സ്ഥലത്തെത്തിയ യുവ സബ് കളക്ടറെയാണ്. സമാധിക്കൊപ്പം വൈറലായി സബ് കളക്ടർ. എല്ലാ സമൂഹ മാധ്യമത്തിലും ഒരുപോലെ ചർച്ച ഈ സബ് കളക്ടറെ ചുറ്റിപ്പറ്റിയാണ്. തുടർന്ന് വന്നത് ട്രോളുകളും മീമുകളുടെയും പെരുമഴ. കളക്ടർ സിംഗിളാണോ? കേസന്വേഷണം സബ് കളക്ടറെ ഏൽപ്പിക്കണം. ഗോപൻസ്വാമിക്ക് നന്ദി എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. ആരാണ് ഈ സബ് കളക്ടർ? ആൽഫ്രഡ് ഓവി എന്നാണ് ആരാധകർ തപ്പുന്ന കളക്ടറുടെ പേര്. കണ്ണൂർകാരനാണ് ആൽഫ്രഡ്. 2022 അദ്ദേഹത്തിന് IAS ലഭിക്കുന്നത്. 57ാം റാങ്ക് നേടിയാണ് അദ്ദേഹം വിജയിച്ചത്. ബാംഗ്ലൂരു ക്രൈസ്റ്റ് സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയ ആൽഫ്രഡ് ഡൽഹിയിൽ 1 വർഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നു. ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ, തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. പാലക്കാട് ജില്ലയിൽ അസിസ്റ്റന്റ് കളക്ടറായി സേവനമനുഷ്ഠിച്ച ആൽഫ്രഡ് 2024 സെപ്റ്റംബർ 9 തിരുവനന്തപുരം സബ് കളക്ടറായി ചുമതലയേറ്റു. വിൻസെന്റ് ത്രേസ്യ ദമ്പതികളുടെ ഇളയ മകനാണ് ആൽഫ്രഡ്. സഹോദരൻ വിൽഫ്രഡ് സോഫ്റ്റ്വെയർ കമ്പനി ജീവനക്കാരനും സഹോദരി വിനയ മനഃശാസ്ത്രജ്ഞയുമാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.